ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ കുരിശാരോഹണ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പാപമില്ലാത്തവൻ പാപികളായ മനുഷ്യർക്ക് വേണ്ടി മരണത്തെ രുചിക്കുകയും മരണത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്തീയ വിശ്വാസപ്രകാരം നമുക്ക് മരണബോധം ഉണ്ടാകണം, മരണത്തെ ഭയക്കേണ്ടതില്ല എന്ന് പറയാറുണ്ട്. മരണബോധം ഉണ്ടായിരിക്കണം, പക്ഷെ മരണത്തെ ഒരു പരിധിയിൽ കവിഞ്ഞ് ഭയക്കേണ്ടതില്ല എന്ന് നാം പറയാറുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മരണത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത അവനുണ്ടാകുമ്പോൾ ആ മരണത്തെ പറ്റി അവന് ഭയമുണ്ടാവുക നിശ്ചയമാണ്. കർത്താവിന് തൻ്റെ മരണത്തെ പറ്റി ഭയമുണ്ടായി എന്നുള്ളതല്ല പറയുന്നത്, മറിച്ച് പാപമൊഴികെ സകലത്തിനും മനുഷ്യനോട് സദൃശനായവൻ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. കർത്താവ് അവനെ പറ്റി തന്നെ പറയുകയാണ്, അവൻ്റെ ഉള്ളം മരണവേദനയോളം അതിദുഃഖിതമായിരിക്കുന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുകയും ചെയ്യുന്നു. ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു റാൻഡി പോഷ് എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന് 46-ാമത്തെ വയസ്സിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ ബാധിക്കുകയുണ്ടായി. കൂടുതൽ പരിശോധനയൊക്കെ നടത്തിയ സമയത്ത് പല ഡോക്ടർമാർ പരിശോധനയ്ക്ക് ശേഷം അവർ വിധി എഴുതി, ഈ മനുഷ്യനെയും ഒരു 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുവാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത്. അയാൾ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയായിരുന്നു, വളരെ മിടുക്കനായിട്ടുള്ള വിദഗ്ധനായിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ്. പക്ഷേ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ അയാൾക്ക് വലിയ പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടായി. പക്ഷേ അടുത്ത ഒരു നിമിഷം തൻ്റെ മുമ്പിലുള്ളതായിട്ടുള്ള സമയം എണ്ണപ്പെട്ടിരിക്കുന്നു, വളരെ പരിമിതമാണ് എന്ന് ഉള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ നിരാശയിലേക്ക് പോകുവാനല്ല, മറിച്ച് ഇനിയുള്ള അല്പകാലം അല്പം കൂടി നന്നായിട്ട് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനായിട്ട് ജീവിക്കുവാനും തക്കവണ്ണം അദ്ദേഹം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെയും വിരമിക്കുന്ന സമയത്താണ് അവർക്കൊരു പ്രഭാഷണം നടത്തുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരം ലഭിക്കുന്നത്. അവിടെ അധ്യാപന ജീവിതത്തെ പറ്റിയും ഇതുവരെയുള്ള അനുഭവങ്ങളെ പറ്റി ഷെയർ ചെയ്യുവാൻ തക്കവണ്ണമുള്ള അവസരം അത്തരത്തിൽ ലഭിക്കാറുണ്ട്. പക്ഷേ 46 വയസ്സുള്ള ഈ മനുഷ്യൻ ബ്രിട്ടൻ്റെ അടുത്തൊന്നും എത്തിയില്ല എങ്കിൽ കൂടിയും തനിക്ക് മുമ്പിലുള്ള സമയം വളരെ പരിമിതമാണ് എന്നറിഞ്ഞുകൊണ്ട് ഒരു പ്രഭാഷണം തൻ്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ തന്നോടൊപ്പം ഉള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഒരു അവസരം ചോദിക്കുകയും അദ്ദേഹത്തിന് അത്തരത്തിൽ അവസരം കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ശാരീരികമായിട്ട് വലിയ പ്രയാസമൊന്നും ഇല്ല എങ്കിൽ കൂടിയും ദിവസം എണ്ണപ്പെട്ടു. അക്കാര്യത്തിൽ ഡോക്ടർമാർ ഏറെ ഉറപ്പ് പറഞ്ഞു. അദ്ദേഹം നിൽക്കുന്നതായിട്ടുള്ള വേദിയിൽ അദ്ദേഹം ഏറെ ആരോഗ്യവാനാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അയാള് സാധാരണക്കാരനായിട്ട് ആരോഗ്യമുള്ള ഒരാളിനെ പോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ എല്ലാ ബലവും കാണിക്കുവാനും തുടങ്ങി. അദ്ദേഹം പുഷപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും എടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും ഏറെ ആരോഗ്യത്തോടു കൂടിയാണ് ഞാൻ ഇന്നും ആയിരിക്കുന്നത്. ദിവസങ്ങൾ എണ്ണപ്പെട്ടു അല്ലെങ്കിൽ സമയം എണ്ണപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് എനിക്കൊരു നിരാശയുമില്ല, പ്രയാസവുമില്ല, മറിച്ച് നമ്മുടെ സമയം എത്രയാണോ അത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം നടത്തിയതായിട്ടുള്ള പ്രഭാഷണം ലാസ്റ്റ് ലെക്ചർ എന്ന പേരിൽ യൂട്യൂബിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇറങ്ങി മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അന്ത്യപ്രഭാഷണങ്ങൾ എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്
മരണം തൊട്ടരികിൽ നിൽക്കുമ്പോൾ ജീവിതത്തോട് ഏറെ ഇഷ്ടം തോന്നുന്നു എന്നതിനേക്കാൾ ആളുകൾക്ക് കൊതിയാണ് തോന്നുന്നത്. മരണം തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇനിയും കാണുവാൻ, കേൾക്കുവാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യുവാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം പഴയതുപോലെ സമയമില്ല. ദിവസങ്ങളൊക്കെ മണിക്കൂറുകൾ എണ്ണപ്പെട്ടു എന്ന് കാണുമ്പോൾ ആ മനുഷ്യന് തൻ്റെ ജീവിതത്തോട് ഏറെ കൊതി തോന്നും. നാട്, വീട്, പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, അങ്ങനെ താൻ അനുഭവിച്ചതായിട്ടുള്ള നല്ലതും തീയതുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അയാളുടെ ബോധത്തിലേക്ക് എത്തും. ഒരുപക്ഷെ കടന്നുപോയിട്ടുള്ള സാഹചര്യങ്ങളുടെ തീവ്രത കൂടുതലാണ് എങ്കിൽ കൂടിയും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞതിലുള്ള സന്തോഷം അയാൾക്ക് തോന്നും. ഇനിയുള്ള സമയം വിലപ്പെട്ടതാണ്, എണ്ണപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറെ ഫലവത്തായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതും തോന്നും എന്നുള്ളതാണ്. ഇവിടെ കർത്താവ് ഈ മരണത്തിന് വക്കത്ത് എത്തി നിൽക്കുകയാണ്. പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി മരണത്തെ സ്വീകരിക്കുകയാണ്. വായിച്ചു കേട്ടതായിട്ടുള്ള വേദഭാഗത്ത് നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലൊക്കെയും ചില സംഭവങ്ങൾ. ഒന്ന്, ബഥാനിയയിൽ ആയിരിക്കുമ്പോൾ പാപിനിയായ സ്ത്രീ അവൻ്റെ അടുക്കലേക്ക് വരികയാണ്. അവളുടെ കൈവശം ഒരു തൈലമുണ്ട്. ആ തൈലത്തെ പറ്റി മർക്കോസിന്റെ സുവിശേഷത്തിൽ സ്വച്ഛജഡമാംസി തൈലം എന്നാണ് പറയുന്നത്. പിതാക്കന്മാർ അതിനെ നർദീൻ തൈലം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. വേദഭാഗത്ത് തന്നെ ആ തൈലത്തിന്റെ വിലയെ പറ്റി പറയുന്നുണ്ട്. 300 ദീനാറോ, 300 വെള്ളിക്കാശ് വിലയുള്ള ഒരു തൈലം കൊണ്ട് ആ സ്ത്രീ വരികയും അവനെ അഭിഷേകം ചെയ്യുന്നതായിട്ടും നമ്മൾ കാണുന്നു. അതിനുശേഷം യൂദ പ്രമാണിമാരോട് ചേർന്ന് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം ഗൂഢാലോചന നടത്തുന്നതായിട്ടാണ് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കാണുന്നത്. ആ സംഭവത്തിന് ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഒരുക്കപ്പെട്ടതായിട്ടുള്ള മാളികയിൽ പെസഹ ഭക്ഷിക്കുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, എന്നോടൊപ്പം ഈ പന്തിക്കിരിക്കുന്നവൻ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ ഈ മേശമേൽ ഉണ്ട്. നിശ്ചയമായിട്ട് ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്ന സമയങ്ങളൊക്കെയും പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവ് എല്ലാ ശിഷ്യന്മാർക്കും എത്ര വാത്സല്യത്തോടുകൂടി, എത്ര സ്നേഹത്തോടുകൂടി ആയിരിക്കും ഈ അപ്പം വാഴ്ത്തി നുറുക്കി അവരുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ അവരുടെ വായിലേക്ക് വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഗത്സമനെ തോട്ടവും ഏദൻ തോട്ടവും തമ്മിലുള്ള ബന്ധം, ഏദനിൽ വെച്ച അനുസരണക്കേട് മൂലം പാപത്തിലേക്ക് ഒരു ജനത നിപതിച്ചു എങ്കിൽ ഗത്സമനയിൽ കർത്താവ് അനുസരണം മൂലം ഒരു ജനതയുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്നുള്ളതാണ്. ഏദൻ തോട്ടത്തിൽ ആദാം പ്രലോഭനത്തിന് മധുരക്കനി ഭക്ഷിച്ചു എങ്കിൽ ഇവിടെ ഗത്സമനെ തോട്ടത്തിൽ സഹനത്തിൻ്റെതായിട്ടുള്ള കയ്പ് നീര് കർത്താവ് കുടിക്കുന്നു എന്നുള്ളതാണ്. ആദാം പാപം ചെയ്ത് തേജസ്സിൽ നിന്നും അന്യനായി മാറിയെങ്കിൽ ഗത്സമനെ തോട്ടത്തിൽ മനുഷ്യവർഗത്തിന് തേജസ്സിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം കർത്താവ് അവസരം ഒരുക്കുകയാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരു നാഴികയെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലയോ? അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ രക്തം, അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ വീഴുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നിശ്ചയമായിട്ടും ഈ ദിവസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇനിയുള്ള സമയം കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള സമയമാണ്. ഇത് കർത്താവിൻ്റെ കഷ്ടാനുഭവം, പീഡാനുഭവം, വലിയ വെള്ളിയാഴ്ച അത് ഏറ്റവും അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.